ഇനി അത് പൊളിച്ചു. പൊളിക്കും നമ്മള്. അങ്ങനെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന കോട്ടയം മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ഒറ്റയാൾ പോരാളിയുടെ കഥയാണ് ഇനി. പാലാ സ്വദേശിയായ സന്തോഷ് പുളിക്കനാണ് ആ ഒറ്റയാൻ സ്ഥാനാർത്ഥി. അതേ ഒരു മഹാമനസ്കനാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പോസ്റ്റർ ഒട്ടിക്കുന്ന അടക്കം എല്ലാ പ്രചാരണ പരിപാടികളും സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് ചെയ്യുന്നു. എന്താ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനും ആത്മവിശ്വാസവും. കഴിഞ്ഞ ദിവസം പാലായിലൂടെ പോകുമ്പോഴാണ് ഒരു പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്തോഷ് പുളിക്കനെ വിജയിപ്പിക്കുക എന്നായിരുന്നു ആ പോസ്റ്റർ. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആള് ചില്ലറക്കാരനല്ലെന്ന്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട് ഈ കക്ഷി. അപ്പോൾ നമ്മൾ തേടി നടന്ന ആ സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ സന്തോഷുണ്ട്. നമുക്ക് സന്തോഷോട് തന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം. സന്തോഷം, ഇത് എത്രാമത്തെ തവണയാണ് മത്സരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇലക്ഷൻ്റെത് ചെറുതും വലുതുമായിട്ട് ഇലക്ഷൻ കണക്ക് കൂട്ടിയ മൊത്തം 5ാമത്തെ ഇലക്ഷനാണ്. അതിൽ മെയിൻ ഇലക്ഷൻസ് ഇത് 3ാമത്തെയാണ്. അതിൽ ആദ്യമായിട്ട് ഞാൻ മത്സരിക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റി 1ാം വാർഡിൽ 2020 ആർ ജെ ഡി എന്ന് പറഞ്ഞ നാഷണൽ പൊളിറ്റിക്കൽ സംഘടനയുടെ തന്നെ റാന്തൽ വിളക്ക് ആദ്യമായി കോട്ടയം ജില്ലയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ കന്നി അംഗം കുറിക്കുന്നത്. ഇനിയിപ്പോൾ വീണ്ടും അതൊരു MP കാൻഡിഡേറ്റ് എന്നുള്ളൊരിത്, അതായത് ഇതും ഞാനൊരു ചലഞ്ചായി ഏറ്റുകൊണ്ട് ഒറ്റയാൾ പോരാട്ടത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഒരുപാട് മത്സരിച്ചിട്ടുണ്ടല്ലോ, അപ്പം ഈ വോട്ട് കിട്ടുന്നതാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇതിന്? പട്ടിണി പാവങ്ങളുടെ സാധാരണക്കാർക്കും നീതി നടപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഇടയിൽ നിന്ന് തന്നെ അവരുടെ ഒരാളായി, ഇപ്പൊ ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, അപ്പൊ അവരുടെ ഒരാളായിട്ട് നിയമസഭയിലോ പാർലമെന്റിലോ എത്തിയാൽ എനിക്ക് അധികാരം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാം സ്വന്തമായിട്ട് ഒറ്റയ്ക്കാണോ ഈ പ്രചരണ രംഗത്ത്? തീർച്ചയായിട്ടും ഞാനത് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം എന്റെ ലക്ഷ്യം ജനങ്ങളുടെ പ്രതിനിധിയായി നിയമസഭയിലോ പാർലമെന്റിലോ എത്തിയ ജനങ്ങളുടെ ദാസനായി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരുപാട് സോഷ്യൽ പ്രവർത്തനങ്ങൾ, സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. തീർച്ചയായിട്ടും ഞാനത് വിഷയം ഒരുപാട് പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാനൊരു 1000കണക്കിന് പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അതിലൊന്നും ഇന്ന് വരെ ആദ്യമായിട്ട് എനിക്കിത് ഇന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഒരു അവാർഡ് കിട്ടുന്ന ഇന്നാണ്. എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ 14 ഒറ്റയാൾ സമരങ്ങളോളം നടത്തിയിട്ടുണ്ട്. അതായത് പാലാ ബൈപ്പാസിന് വേണ്ടി 3 ഒറ്റയാൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ അറസ്റ്റ് വരെ വരിച്ചിട്ടുണ്ട്. പിന്നെ ക്രാഷ് കാരിയർ സമരം, ചെളിവെള്ളക്കെട്ട് സമരം, മുട്ടുകുത്തി സമരം. എന്റെ സമരങ്ങൾക്കെല്ലാം ഇന്ന് ചെയ്യുന്ന സമരമായിരിക്കില്ല നാളെ ചെയ്യുന്നത്. എല്ലാം വ്യത്യസ്തതയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും വിജയിക്കുന്ന പ്രതീക്ഷയുണ്ട്. വിജയിക്കുമെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സന്തോഷ് പുളിക്കലിന്റെ വിശേഷങ്ങൾ. എന്തായാലും ഇത്തവണയെങ്കിലും ജനങ്ങൾ തന്നെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് സന്തോഷ് ഈ യാത്ര തുടരുന്നത്. കോട്ടയത്ത് നിന്ന് ക്യാമറ പേഴ്സൺ ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. ജികുമാർ, നമ്മുടെ പി ചന്ദ്രൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നത് വിജയനൊന്ന് ഉഷാറായിട്ടുണ്ട്, നഗര പച്ച പിടിച്ചു വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും പിന്നെ മിനി ബാബു അവർക്കൊരു സംശയം, നമ്മുടെ സ്ഥിരം പ്രേക്ഷക. അതും നാളെ മുതൽ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ നമ്മുടെ പുതിയ സീരീസ് തുടങ്ങുകയാണല്ലോ, സിറ്റ്കോം. അപ്പോ ഹോം എന്നാ അതിന്റെ പേര്, വിജയകുമാർ അറിഞ്ഞല്ലോ. അപ്പൊ ഹോം തുടങ്ങുമ്പോൾ ഫാമാണല്ലോ ഇവിടെ. അപ്പൊ രണ്ടിടത്തും കുറച്ച് കോമഡി ഉണ്ടല്ലോ. ഏത് കാണും, ഏത് വേണമെങ്കിലും കാണാം അല്ലേ? യു ആർ മോസ്റ്റ് വെൽക്കം, ഒരു പ്രശ്നവുമില്ല. ഇപ്പോ നമ്മള് നേരത്തെ കണ്ട ഒരു ഒറ്റയാൻ പോരാട്ടം നടത്തുന്ന ആളിനെ കണ്ടല്ലോ, അതെ. ഈ ഇത്തരക്കാരെ തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1952 നടക്കുമ്പോൾ മുംബൈ നോർത്തില് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്ന അംബേദ്കറിനെ തോൽപ്പിച്ച ഒരു സ്വതന്ത്രനായിരുന്നു. അല്ല, ഒരു സ്വതന്ത്രനാണ് തോൽപ്പിച്ചത്. അദ്ദേഹം കോൺഗ്രസ് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. പക്ഷേ അംബേദ്കറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളായിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. 15,000 വോട്ടിന് സാക്ഷാൽ അംബേദ്കറെ അവിടെ തോൽപ്പിച്ചു. ആരെയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല എനിക്കൊന്ന് ഈ സാധാരണ ഒരുപാട് ചെലവ് ഇലക്ഷൻ ഉണ്ടാവും, അത് ചിലത് പോസ്റ്റ് ഒട്ടിക്കാനും ഒക്കെയാണ്. അതൊക്കെ സ്വന്തമായിട്ട് ഒട്ടിച്ച് നല്ല കോസ്റ്റ് കൺട്രോൾ ഉണ്ട്. ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ വോട്ടർമാരങ്ങ് തീരുമാനിച്ചാല് എന്തും നടക്കുമല്ലോ. മാത്രമല്ല വോട്ടറിന്റെ കയ്യിരിക്കുക മാന്ത്രിക വടി, എടുത്ത് ചുഴറ്റിയാൽ അടി തെറ്റി വീഴും.